ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരും അരിയും കൊണ്ടൊരു ഉണ്ടി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് അതിൻ്റെ മുകളിലെ തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചക്കക്കുരു എടുത്തതിൻ്റെ പകുതി അളവിലുള്ള അരി എടുത്ത് കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും 1/4 കിലോ ശർക്കര ഉരുക്കി അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതി മുറി നാളികേരം ചിരകി അതും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ചക്കക്കുരു ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ തീ സിമ്മിലാണ് വെച്ചിട്ടുള്ളത്. ചക്കക്കുരു നല്ലപോലെ തന്നെ വറുത്തൊക്കെ വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം എനിക്ക് സമയം വേണ്ടി വന്നിട്ടാ ഇങ്ങനെ മുരിഞ്ഞ് വരാനായിട്ട്. അപ്പം തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവുകയുമില്ല. അതാണ് സിമ്മിലിട്ട് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാനത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ച അരി ഉണ്ടല്ലോ, അതിട്ടിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അരി ഇങ്ങനെ നന്നായിട്ട് തന്നെ പൊട്ടി വരും കേട്ടോ. അതിപ്പോൾ നമ്മൾ അരിയും പൊട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട്. ഇവിടെ നമ്മളുടെ ചക്കക്കുരും അരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച അരി കുറച്ച് ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലവണ്ണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നാളികേരം ഉണ്ടല്ലോ, അതിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നല്ലപോലെ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാളികേരം നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച ചക്കക്കുരും അരിയൊക്കെ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ വറുത്തെടുത്താൽ കുറച്ച് ദിവസങ്ങളോളം വെച്ചാലും നമ്മളെ ഉണ്ട ഒരു കേടും വരില്ല കേട്ടോ. അതാണ് നല്ലപോലെ തന്നെ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. നല്ലപോലെ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ച ശർക്കര ചാറുണ്ടല്ലോ, അത് കുറേശ്ശായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ചും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശായിട്ട് ഒഴിച്ചാൽ മതി. എല്ലാം നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും ബാക്കിയായിട്ടുണ്ട് കേട്ടോ. ശർക്കരയുടെ ചാറ് നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവായപ്പോൾ ഞാൻ അടപ്പത്തുനിന്ന് ഇറക്കി മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് പറ്റിയതിന് ശേഷം ഉണ്ടല്ലോ, ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് അങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ബോളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഉരുളെടുത്തിട്ടുണ്ട്, അത് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കണം കേട്ടോ.
അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഉണ്ടകളും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഉണ്ടയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെയൊക്കെ സമയമാണല്ലോ, അപ്പോൾ വീട്ടിൽ ചക്കക്കുരുവൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരുണ്ടയാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.